ഈ കണക്ക് ഞാൻ സന്ധ്യവാരോട് ചോദിക്കുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടാകും. രാജ്യത്തെ ഒരു ഭരണഘടനാ ബെഞ്ച് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി വിധി പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം SBI നടത്തിയ കണ്ണുകെട്ടി കളിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി ചർച്ച ചെയ്താണ്. അത് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് പോകേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാനത് ഒറ്റ വരിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. പക്ഷേ കേസ് വരുന്നു, റെയ്ഡ് വരുന്നതിന് തൊട്ട് പിന്നാലെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു, അത് BJPക്ക് അനുകൂലമായി നൽകപ്പെടുന്നു. ഇത് കേൾക്കുന്ന മുഴുവൻ മനുഷ്യരും അത് അപ്പടി തൊണ്ട തൊടാതെ വിടുങ്ങാൻ പോകുന്ന നിഷ്കളങ്കരാണ് എന്ന് പറഞ്ഞു വെക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതായത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വൈറ്റ് വാഷ് ചെയ്യുന്നത് ആരാണ് എന്നുള്ള ചോദ്യം വന്നു. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ഇന്ന് BJPക്ക് ആരോപണമുണ്ടോ? ഇവർ പരാതി കൊടുത്തതും സമരം നടത്തിയതുമായ ആളാണ് ഹിമന്ത ബിശ്വ ശർമ്മ. പക്ഷെ എന്തുകൊണ്ടാണ് ആരോപണമില്ലാത്തത്? കാരണം അയാൾ BJPക്കാരനായി. 2, നാരായൺ റാണയ്ക്കെതിരെ ഇന്ന് BJPക്ക് ആരോപണമുണ്ടോ അല്ലെങ്കിൽ അഴിമതി ആരോപണമുണ്ടോ? നിങ്ങൾ പരാതി കൊടുത്തതും സമരം ചെയ്തതുമായ വ്യക്തിയാണ്. സുവേന്ദു അധികാരിക്കെതിരെ ഇന്ന് BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതിയുണ്ടോ? കാരണം നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ആക്ഷേപം ഉന്നയിച്ചവരും സമരം ചെയ്തവരുമാണ് അദ്ദേഹത്തിനെതിരെ. പക്ഷേ ഇന്ന് അദ്ദേഹം BJPക്കാരനാണ്. ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യക്കെതിരെ നിങ്ങൾ വലിയ സമരം ഇതിനു മുമ്പിലത്തെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തി. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണമുണ്ടോ? കാരണം ഇന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ BJPക്കാരനാണ്. അജിത് പവാറിനെതിരെ നിങ്ങളുടെ മുഖ്യമന്ത്രി ചാർജ് എടുത്ത ഇതിനു മുമ്പത്തെ പ്രാവശ്യം ചാർജ് എടുത്ത് ഉടനെ പറഞ്ഞത് അജിത് പവാർ ഉൾപ്പെടെയുള്ള കള്ളന്മാരെ ജയിലിലാക്കുമെന്നാണ്. ഇന്ന് BJPക്ക് അങ്ങനെ ഒരു ആരോപണമോ അജിത് പവാർ കള്ളനാണോ എന്ന് ഒരു ആരോപണമെങ്കിലും ഉണ്ടോ? കാരണം അജിത് പവാർ ഇന്ന് BJPക്കാരനാണ്. അപ്പോൾ BJPയിൽ ചേർന്നാൽ ഉടൻ തന്നെ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പല കാര്യങ്ങളിലും നമ്മൾ കാണുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ 56 ED IT റെയ്ഡുകൾക്ക് ശേഷം 1800ഓളം കോടി രൂപ ഇതേ കമ്പനികൾ കൊടുത്തു. ആ കമ്പനികൾക്കെതിരെ പിന്നെ അന്വേഷണമില്ല, അല്ലെങ്കിൽ നടപടികളില്ല. ഇതേവരെ അതിൻ്റെ ഒരു അധികാരികളെയോ അല്ലെങ്കിൽ അതിൻ്റെ മുതലാളിമാരെയോ ജയിലിലിട്ടിട്ടില്ല. ഇപ്പോൾ ഈ ശരത് റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി, ഇയാളെ പ്രതിയായിട്ടാണല്ലോ ED പിടിച്ചുകൊണ്ട് പോയത്. പ്രതിയായി ഒരു പ്രാവശ്യം ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ 25 കോടി കൊടുത്തു. അപ്പോൾ തന്നെ അയാൾ മാപ്പ് സാക്ഷിയായി. ഇതാണ് എങ്ങനെയാണ് BJPയുടെ ഭരണത്തിന് കീഴിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ തെളിവായി പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതുപോലെ പ്രൊജക്റ്റ് വർക്കുകൾക്ക് കൈക്കൂലിയായി പണം കൊടുക്കുക. ഇപ്പം ചില കമ്പനികൾ, അത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ചില കമ്പനികളുടെ 4 കൊല്ലത്തെ ആകെ വരുമാനത്തിൻ്റെ 500 ഇരട്ടിയാണ് ഇവരെ ഇലക്ട്രൽ ബോണ്ടായി BJPക്ക് കൊടുത്തിരിക്കുന്നത്. ചില കമ്പനികളുടെ 230% അധികമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ എന്നാൽ ശരി, ആ 230% അധികമായി ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത് ആ കമ്പനിക്കെതിരെ ഒരു അന്വേഷണം ED നടത്തിയിട്ടുണ്ടോ? കാരണം അവർക്ക് കിട്ടിയ മൊത്തം വരുമാനത്തിന്റെ 500% അധികം എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കാൻ? 3.25 ലക്ഷം കോടിയുടെ കരാർ ലഭിച്ച 33ഓളം കമ്പനികൾ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടുകളുടെ സംഭാവന നൽകിയ ആളുകളാണ്. അതെ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് BJP ഇലക്ട്രൽ ബോണ്ടുകളെ കറപ്ഷന്റെ ലീഗലൈസ്ഡ് കറപ്ഷനായി ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ BJPയുടെ വക്താവ് 2-3 പ്രാവശ്യം ഇവിടെ ഞങ്ങൾ എന്തോ കള്ളപ്പണം മേടിച്ചു എന്ന് പറഞ്ഞു. എന്തിനാണ് ശരിക്കും ആദായ നികുതി വകുപ്പ് കോൺഗ്രസിനെ എന്തിനാണ് ഇപ്പോൾ സമൻ ചെയ്തത്? അത് 3 കാരണമാണ്. ഞങ്ങൾ കണക്ക് കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും ഒടുവിലായി പറഞ്ഞ കാരണം ബഹുരസമാണ്. കാരണം എന്താണെന്ന് അറിയോ? ആദ്യം പറഞ്ഞത് 45 ദിവസം കണക്ക് കൊടുക്കുന്നതിൽ വൈകിപ്പോയി എന്നുള്ളതിൻ്റെ പേരിലാണ് പിഴ കൊടുക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? ആദ്യം 93-94 കാലഘട്ടത്തിൽ സീതാറാം കേസരി AICCയുടെ ട്രഷററായിരുന്ന കാലഘട്ടത്തിൽ കണക്ക് കൊടുത്തതിലെ അപാകതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുതിയ സമൻസ് അയച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ ഈ വിഷമം എന്താണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് കോമഡിയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ 2 കൈയും കെട്ടിയിട്ടിരിക്കുകയാണ്. കയ്യിലെടുക്കാൻ 5 കാശില്ല എന്ന് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങനെ തന്നെ ജയിലിൽ പോകുന്നത് രാത്രിക്ക് രാത്രി. അതായത് അവർ വിചാരിക്കുന്നിടത്ത് കൊണ്ടുപോയി കെട്ടാൻ സാധിക്കുന്നുണ്ട്. അത് പിന്നീട് പറയുമ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ദുരന്തമാണ്. അതായത് അവർ വിചാരിക്കുന്നിടത്ത് കൊണ്ടു കെട്ടാൻ ഇപ്പോഴത്തെ ഭരണ സംവിധാനം കൊണ്ട് സാധിക്കും. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അതനുസരിച്ചല്ലല്ലോ വോട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങളിൽ പൂർണ്ണമായ പ്രതീക്ഷയുണ്ട് മാധു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഈ 400 സീറ്റും 500 സീറ്റും എന്നൊക്കെ കിട്ടുമെന്ന് പറയുന്ന നരേന്ദ്രമോദിയും BJPയും എന്തിനാണ് ഇത്ര ഭീതി പൂണ്ടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റിലാക്കുന്നു, ഹേമന്ത് സോറനെ ജയിലിലടയ്ക്കുന്നു. കോൺഗ്രസിന് ഇപ്പോൾ BJPക്കുള്ളത് ഏതാണ്ട് 6500 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിൽ കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസിന് 1000 കോടി രൂപ താഴെയാണ് ഇലക്ട്രൽ ബോണ്ടിൽ കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവനായി ഫ്രീസ് ചെയ്യുന്നു.
ഒരു ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്ന പാർട്ടിക്ക് അറിയാം അവർക്ക് സാമ്പത്തികമായി ഉയർന്ന ശേഷിയുണ്ട്. പക്ഷേ എന്നിട്ടും കോൺഗ്രസിന് 1 രൂപ കൊടുക്കാൻ പാകാത്ത രീതിയിൽ അവരുടെ അക്കൗണ്ടുകൾ പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പ്രതിപക്ഷ നിരയെ കടന്നാക്രമിക്കുന്നു, അവരെ സാമ്പത്തികമായി തകർക്കുന്നു, അവരെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുന്നു എന്നൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ പറയുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ ചേരിക്ക് രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നതാണ്. അങ്ങനെ ഉണ്ടായാലും നിങ്ങൾക്ക് വലിയ ഗുണമൊന്നുമില്ല, അതിനെയും അതിജീവിക്കാനുള്ള ജനകീയ അടിത്തറ ഞങ്ങൾക്കുണ്ട് എന്നായിരിക്കും ഒരുപക്ഷെ അവരുടെ ആത്മവിശ്വാസം. അതുകൊണ്ടല്ല, അതായത് ഇപ്പോ അദ്ദേഹം ഇവിടെ വലിയ അമിത ആത്മവിശ്വാസം പുറമേ പ്രകടിപ്പിക്കുന്നവർക്കറിയാം എന്താണ് സംഭവിച്ചത്. ഇപ്പൊ ആം ആദ്മി പാർട്ടി, അദ്ദേഹം ഒരു കാരണം പറഞ്ഞു, ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി ഒത്തു. ഇത് തന്നെയാണ് പ്രശ്നം. കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടി അലയൻസ് ഉണ്ടാക്കിയപ്പോഴാണ് ഈ ബ്ലാക്ക് ലിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയത്. എന്താണ് അതിന്റെ പുറകിലുള്ള കാരണം? മാധു, 7 സീറ്റുള്ള ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും ഒന്നിച്ചു മത്സരിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 7 ജയിച്ച BJPക്ക് നഷ്ടപ്പെടുമെന്നറിയാം. 10 സീറ്റുള്ള ഹരിയാനയിൽ കഴിഞ്ഞ പ്രാവശ്യം 10 കിട്ടിയ BJPക്ക് ആം ആദ്മിയും കോൺഗ്രസും ഒന്നിച്ചു മത്സരിച്ചാൽ അവിടെയും നഷ്ടമുണ്ടാകുമെന്നറിയാം. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വലിയ മേൽക്കൈ ഉണ്ടാകുമെന്നുള്ള കൃത്യമായ ധാരണ അത് ഒന്നുമില്ലെങ്കിലും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷ കക്ഷികളെ ഇത്രയധികം ആക്രമിക്കുകയും പ്രതിപക്ഷ കക്ഷികളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യും. ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ വരുന്ന 20,000-ൽ താഴെയുള്ള അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞങ്ങൾ പരസ്യമായി ക്ലൗഡ് ഫണ്ടിങ് മുഖേനയാണ് പണം സ്വീകരിച്ചത്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞങ്ങൾ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തിയാണ് പണം സ്വീകരിച്ചത്. ആ ക്ലൗഡ് ഫണ്ടിങ്ങിൽ പണം സ്വീകരിച്ചവർ 1 രൂപ മുതൽ 20,000-ൽ തൊട്ട് താഴെ വരെ പണം ഇട്ടവരുണ്ടാകുമെന്നേ, അക്കൗണ്ട് വഴി പണം കൊടുത്തവരുണ്ടാകുന്നേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പണം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലാണ്